ഹലോ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് രാവിലെ തന്നെ ജിമ്മിൽ വന്നിരിക്കുകയാണ്. ജിമ്മിലാണെങ്കിൽ ഇന്ന് ആരും എത്തിയിട്ടില്ല. ഞങ്ങളായിട്ടത്തിൽ നേരത്തെ വന്നിരിക്കണേ. വീട്ടിൽ നിന്നൊരു 4:45 ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്നുകൊണ്ട് 5:30 ആകുമ്പോൾ അത്യാവശ്യം ആൾക്കാർ എത്തും കേട്ടോ. ചില ദിവസങ്ങൾ ഞങ്ങൾ നേരത്തെ ഏട്ടൻ ഡ്യൂട്ടിയുള്ള കാരണം ഞങ്ങൾ നേരത്തെ തന്നെ എത്താറ്. ചില ദിവസങ്ങൾ ഞങ്ങൾ വൈകുന്നേരം വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് കാലത്ത് തന്നെ വരുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 6:30 ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് പൊന്നിന് എക്സാമൊക്കെ ഉണ്ട്, വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ വന്നപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നിറയെ പൂവുണ്ടായി നിൽക്കണം, മുല്ലപ്പൂ നിറയെ, നല്ല കട്ടമുല്ല കേട്ടോ, നല്ല മണമുണ്ട്. പിന്നെ ഞങ്ങൾ കാലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കിയത് മുട്ട ബിരിയാണി ആയിരുന്നു. മുട്ട ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ ബിരിയാണി റൈസ് ഇരിക്കുന്നുണ്ട്, അന്നത് മുട്ട ബിരിയാണി ആക്കാമെന്ന് വെച്ചാൽ ഞാൻ മുട്ട ബിരിയാണി ഉണ്ടാക്കി. അപ്പോൾ ഇതിൽ മല്ലിയിലൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിന്നെ പിന്നീട് ഇടാം കേട്ടോ. പെട്ടെന്ന് സിമ്പിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ട് വറുത്ത സവാള ഇട്ടു, പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അത് ഇട്ടിട്ടില്ല കേട്ടോ. പിന്നെ അത് അടച്ച് വെച്ച് കുറച്ച് നേരം, പിന്നെ മുട്ട പുഴുങ്ങിയത് അതിൻ്റെ ഉള്ളിലൊക്കെ കുത്തി കയറ്റി വെച്ചു. പിന്നെ വീണ്ടും ഞാൻ അടച്ച് വെച്ചു. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൽ നമ്മൾ പറയില്ലേ, സവാളയൊക്കെ ഇട്ടിട്ട് ഒരു തൈര് ഉണ്ടാക്കി, അച്ചാർ, നാരങ്ങ അച്ചാറുണ്ടായി, പപ്പടം ഉണ്ടായി, പിന്നെ മുട്ട, ഇതൊക്കെ കൂടി എല്ലാം കൂടി കഴിച്ചപ്പോൾ അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഭവം ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പവും ഞാനും പൊന്നൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ വന്നിരിക്കും കേട്ടോ കുറച്ച് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയതാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞിന് എക്സാമിന് പോകേണ്ട യാത്രയാണ്, പിന്നെ ഞാൻ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ. കാരണം കുറച്ച് നേരം പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നേരത്തെ കാരണം ഒരു 12:30 ഇറങ്ങിയാൽ മതി, 1 മണിക്കാണല്ലോ എക്സാം. അപ്പോൾ ഞാൻ കുറച്ച് നേരം പഠിച്ചോളാം എന്നത് ഞാൻ ഇപ്പോൾ കൊണ്ടാക്കുന്നുണ്ടാണ്. അതെ, പറഞ്ഞു വണ്ടി പോകാന് പോയി പഠിച്ചോട്ടെ, ഇങ്ങനെ നേരെ വയ്ക്കുന്നതിനെ വിചാരിച്ചിട്ട് ഇപ്പൊ പറയണേ 3:30 വണ്ടി വരും. വണ്ടിയിൽ ഒതുക്കല കേട്ടോ. ആയിക്കോട്ടെ, അവല്ലേ പാവാടല്ലേ എന്ന് വെച്ചിട്ട് കൊണ്ടാക്കാന്ന് വെച്ചപ്പോൾ ഇനി കൊണ്ടുവരാനും വരുമെന്നാട്ടോ അവൾ ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൊക്കെ.